നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം തമ്പാൻകടവിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണ 2 വയസ്സുകാരിയടക്കം 2 പേർക്ക് പരിക്ക്. പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം കേരളത്തിന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുഴിച്ചുമൂടുന്നതാണെന്ന് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്. ഭക്തിയുടെ നിറവിൽ ക്ഷേത്രങ്ങളിൽ തിരുവാതിര ആഘോഷം. വാർത്തകൾ വിശദമായി. തളിക്കുളം തമ്പാൻകടവിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണ 2 വയസ്സുകാരിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. തമ്പാൻകടവ് അരവശ്ശേരി മുഹമ്മദിന്റെ ഓടുമേഞ്ഞ വീടാണ് തെങ്ങ് വീണ് ഭാഗികമായി തകർന്നത്. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ പകുതി ഭാഗം ഒടിഞ്ഞ് വീടിന്റെ മേൽക്കൂരയിൽ വീഴുകയായിരുന്നു. തകർന്ന ഓട് വീണ മുഹമ്മദിന്റെ ഭാര്യ സുഹ്റ, പേരക്കുട്ടി നിസാമറിയം എന്നിവർക്ക് തലയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ഉടൻ തന്നെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻപും വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് മേൽക്കൂര ഏറെ അപകടാവസ്ഥയിലാണ്. നിർധന കുടുംബത്തിൽപ്പെട്ട ഇവർക്ക് ഇതുവരെയും യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ല. സംഭവിച്ചത് ഞങ്ങളിവിടെ അകത്തിരിക്കുന്ന സമയത്താണ് തെങ്ങ് വീണിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. ഓട് മുഴുവനും അല്ലെങ്കിൽ ഞങ്ങളെ മേലായതുകൊണ്ട് പെട്ടെന്ന് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും കൂടി വന്ന് വാതിൽ തുറന്നിട്ടാണ് ഞങ്ങളെ പുറത്തേക്ക് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആദ്യം ഇതേമാതിരി തന്നെ ഒരു മഞ്ചാടി മരം വീണിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും പറഞ്ഞു, വില്ലേജിലും പറഞ്ഞു. അവർ വന്നു നോക്കിപ്പോയി. എന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു സഹായം അവർ ചെയ്തു തന്നിട്ടില്ല. ആ പൊളിഞ്ഞ വീട്ടിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. അതേമാതിരിയാണ് വീട് നിൽക്കുന്നത്. ആകെ തകർന്ന് കിടക്കുന്നു. ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഞങ്ങളൊരാളെ സഹായിക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്ക് ആൺകുട്ടികളൊന്നുമില്ല, പെൺകുട്ടികളുള്ളത്. അത് ഞങ്ങൾക്ക് വയ്യാണ്ടായപ്പോൾ എന്നെ നോക്കാൻ വേണ്ടി വന്നതാണ്. ആ കുട്ടിക്കും കൂടെ ഇതിൽ കൂടെ പരിക്കേറ്റിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്നുള്ള സഹായം ഞങ്ങൾക്ക് വേണം. തന്നെയല്ല ഞങ്ങളുടെ വീട് പണിത് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്തു തരാം. വീട് മേലെ മാറ്റാണ്ട് യാതൊരു ഒറ്റപ്പണി എടുത്തിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആകെ തകർന്നു എടുക്കുന്നതാണ്, ഒരു രക്ഷയില്ല. അപ്പുറത്തെങ്കിലും അപ്പുറം പൊളിഞ്ഞു എടുക്കുന്നത്. പിന്നെ അതിൽ മുൻപ് ഇതുപോലെ ഒരു പ്രാവശ്യം വീണപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ വെട്ടാൻ പറഞ്ഞു. അങ്ങനെയാണ് ചെമ്പകം, അവിടെ ഉണ്ട് ചെമ്പകം, എല്ലാ മരങ്ങളും ഞങ്ങൾ വെട്ടി. പക്ഷെ ഈ തെങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ യാതൊരു പ്രോബ്ലവും ഇല്ല. ഓൾറെഡി തെങ്ങിന് പട്ട വീഴ അല്ലെങ്കിൽ നാളികേരം വീഴ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് വന്നിട്ടില്ല. അപ്പം അതൊന്നും ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെങ്കിൽ ഞങ്ങളിത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. അവൾക്ക് നെറുകയിൽ പിന്നെ ബാക്ക് സൈഡിലാണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അത് കുറച്ച് ഡീപ്പായിട്ടാണുള്ളത്. സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിൽ ആണിയാണ് തട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി TT ഒക്കെ എടുത്തു. പക്ഷെ ഓട് ഫുൾ വീണിട്ടുള്ളത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ കട്ടയിട്ടിരിക്കുക. കാണികളിൽ ആവേശത്തിരിയുയർത്തി വടംവലി മത്സരം. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന വാശിയേറിയ അഖില കേരള വടംവലി മത്സരമാണ് കാണികൾക്ക് ആവേശം സമ്മാനിച്ചത്. കാഹളമുഴങ്ങുന്നൊരു കയ്യടിയോട് കൂടി തന്നെ സ്വീകരിക്കുക. കാണാൻ കാത്തിരുന്ന കമ്പവലിയുടെ കളിയടകിൽ ആവേശങ്ങളുടെ പെരുമ സമ്മാനിച്ച് പടക്കളത്തിൽ പടയോട്ടങ്ങൾക്ക് കളമൊരുക്കുവാൻ കടന്നുവന്ന 14 പടയാളികൾ നേതാക്കളായി തന്നെ ചേർന്നത്. ആവേശ പടയോട്ടങ്ങളിലേക്ക് പെരുമാളിന്റെ പടയാളികളെ വീണ്ടും തിരിച്ചു വരവിലേക്ക് സെറ്റപ്പ് 7 മേഖലയിൽ കായിക സ്നേഹം നിറഞ്ഞ കയ്യടികളോട് കുറിക്കുന്നവരെ സ്വീകരിക്കുക. ആര് മുന്നോട്ട്, ആര് പിന്നോട്ട്, ആർക്കാരും ആരാധ്യം എത്തിച്ചേരുന്ന എത്തടിക്കരികിലേക്ക് വീടുകളിലെത്തി സദൻ സ്പേരാമംഗലം അവസാന വരെ കായികളിൽ നിന്നൊരു തിരിച്ചുവരവിന് കളമെടുക്കാതെ തിരുമുഖത്ത് സെറ്റപ്പ് സദൻ മേഖല മികവുള്ളൊരു മത്സരം കൈയടിച്ച് ജയൻ കൈത്തമംഗലത്തിന്റെ ചുണ്ടിലെ ചൂടമ്പൂരിലേക്ക് പടയോട്ട വേദിയെ വരിഞ്ഞു മാറ്റുന്നു. മത്സരവേദി കൈയട. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം അനിത കാർത്തികേയൻ, ജനറൽ കൺവീനർ PS ഷജീദ്,
NS ഷിബു, PS നിമോദ്, സന്ധ്യ KV, ശ്രേയസ് രാമചന്ദ്രൻ, റീന രാജു, അമൽ T പ്രേമൻ എന്നിവർ സംസാരിച്ചു. 16 ടീമുകൾ മത്സരിച്ച മത്സരത്തിൽ സ്റ്റാർ വിഷൻ വെങ്കിടങ്ങ് 1ാം സ്ഥാനവും ഹായ് ബ്രദേഴ്സ് കൈപ്പമംഗലം 2ാം സ്ഥാനവും കോമ്പാറ വെള്ളച്ചിറ 3ാം സ്ഥാനവും നേടി. 10,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് 1ാം സമ്മാനമായി നൽകിയത്. നേത്രപരിശോധന ക്യാമ്പ്, ചിത്രരചനാ മത്സരം, കവിയരങ്ങ് എന്നിവയും ഉണ്ടായിരുന്നു. കൈപ്പമംഗലത്തിന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വന്നവർ വടംവലിയുടെ രാജാവ് രചൻ പറവൂർ 2ാം നമ്പറിൽ കോർത്തിണക്കിക്കൊണ്ട് ശിഹാബും കോട്ടാളികളും വരെ വിജയ പടയോട്ടങ്ങളിലേക്ക് കളിയെ വഴിമാറ്റുന്നു. വീണ്ടും ഹായ് ഫ്രണ്ട്സ് കൈപ്പമംഗലം അവസാന ഇഞ്ചിൽ പോരാട്ട വേദി കൈയടിച്ച് 9:45 ആടി കളിക്കുന്നവർ 10 അടിക്ക് അരികിലേക്ക് കളിക്കളം കൈയടക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും ആഘോഷിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആഘോഷ പരിപാടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് കോൺഗ്രസ് പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, PC ജയപാലൻ, രഹന ബിനീഷ്, ഹരിലാൽ AB, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ബിന്ദു പ്രദീപ്, സഹദേവൻ PV, KB രാജീവ്, മുഹമ്മദ് അലി കണിയാർക്കോട്, K വിനോദ് കുമാർ, മുഹമ്മദ് റസൽ, രാജീവ് AB, ഭാസ്കരൻ അന്തിക്കാട്ട്, പുഷ്പാങ്കദ ഞായക്കാട്ട്, കണ്ണൻ പനക്കൽ, മോഹനൻ പുല്ലാക്കപ്പറമ്പിൽ, സന്ദീപ് മണികണ്ഠൻ എന്നിവർ സംബന്ധിച്ചു. നമുക്കറിയാം, കോൺഗ്രസ് വന്നത് ബ്രിട്ടീഷുകാരൻ്റെ ഭരണത്തിനെതിരെ ഗാന്ധിയൻ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം 77ാം കൊല്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഈ രാജ്യം ബ്രിട്ടീഷുകാരൻ ഭരിച്ച് ഒന്നുമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ രാജ്യം ഇത്രയും വലിയ നിലയിലെത്തിച്ചതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാഘോഷം പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് MP കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. രാമൻ നമ്പൂതിരി, നിസാർ കുമ്മംകണ്ടത്ത്, സുനിൽ വള്ളിയിൽ, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ഉക്രു പുലിക്കോട്ടിൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ജീസൻ ജോസ്, ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ നേതൃത്വം നൽകി. പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം കേരളത്തിന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുഴിച്ചുമൂടുന്നതാണെന്ന് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്. KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് നേതാക്കളെയും അപായപ്പെടുത്താനുള്ള പിണറായിയുടെ മാർക്സിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഫാസിസ്റ്റ് വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പിണറായിയുടെ പോലീസും CPM നടത്തുന്ന ഗുണ്ടായിസം ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, അനിൽ പുളിക്കൻ, CM നൌഷാദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം, ഹിരോഷ് ത്രിവേണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PS സുൽഫിഖ, PM സിദ്ദിഖ്, CV വികാസ്, KP രാജീവ്, PK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. AN സിദ്ധപ്രസാദ്, TV സുനിൽകുമാർ, AM മെഹബൂബ്, CS മണികണ്ഠൻ, TV ഷൈൻ, CR അറുമുഖൻ, CK രാജൻ, CV ഗിരി എന്നിവരും സംബന്ധിച്ചു. പോലീസിന്റെ നരനായാട്ടിനെതിരെയും KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്താനുള്ള മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെയും മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സംഗമം നടന്നു. തുടർന്ന് പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി KB ജയറാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, അഡ്വക്കേറ്റ് MA മുസ്തഫ, ജിജു വൈക്കാട്ടിൽ, PK ഉസ്മാൻ, PT ജോൺസൺ, KV സിജിത്, AM മുൻഷാർ, EB ഉണ്ണികൃഷ്ണൻ, MV അരുൺ, ജെൻസൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു.
രാഷ്ട്രീയ ഫാസിസവുമായി മുന്നോട്ട് പോകുന്നു. സർക്കാരിനെതിരെ ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഒരു നടപടിയാണ് പിണറായി വിജയൻ കാഴ്ചവെച്ചത്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും കോൺഗ്രസ്സുകാരും സമാധാനമായി കൈകുഴിയുമായി പ്രതിഷേധിച്ചു. രണ്ട് കാര്യമില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയെ പോലും പോലീസല്ല ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി കാലിൽ ചവിട്ടി നട്ടലിൽ ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലെ പത്രത്തോട് നമ്മൾ എല്ലാം അറിയുന്നു. അപ്പോഴാണ് പിണറായി വിജയൻ കോമാകരം കത്തിരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ പോലെ അതെല്ലാം രക്ഷാപ്രവർത്തനമാണെന്ന പേരിൽ ആ ചെയ്ത പോലീസുകാർക്ക് ഗുഡ് എൻട്രി നൽകിയിരിക്കുന്നു. ലോകത്തിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തിന് കാണാത്ത പെരുങ്ങോട്ടുകര ദേവസ്ഥാന മണ്ഡപം സംഗീത നൃത്ത സദസ്സുകളാൽ സമ്പന്നമായി. ദക്ഷിണാമൂർത്തി സംഗീത ഗരുഡ സന്നിധിയിൽ കീബോർഡ് മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഗായകൻ ഹരിശങ്കറും ശ്യാമും വയലിൻ വിദുഷിവേദ മിത്രയും ചേർന്നൊരുക്കിയ സംഗീത വീഴുന്ന ആസ്വാദകർക്ക് ശ്രവ്യാനുഭൂതി പകർന്നു. ഇരുപത്തിയെട്ടാം ദിവസമായ വ്യാഴാഴ്ച വല്ലഭ നായകസ്യ എന്ന ഭേഖടരാഘ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഗണപതി കീർത്തനത്തിൽ ആരംഭിച്ച ത്യാഗരാജസ്വാമികളുടെ പ്രസിദ്ധമായ ഷിഹാന രാഗത്തിലുള്ള ഈ വസുധാനി വണ്ടി ദൈവമു എന്ന പല്ലവിയിലുള്ള കോവൂർ പഞ്ചരത്നവും പൂർവി കല്യാണി രാഗനീലകണ്ഠ ശിവൻ കൃതി ആനന്ദ നടമാടുവാർ തില്ലയും പാടി യുവഗായകൻ നന്ദകുമാർ കുരീപ്പുഴ സംഗീത ആസ്വാദകരുടെ മനസ്സു നിറച്ചു. തുടർന്ന് ചെങ്ങനാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിയും ഏരൂർ PK ബാബുവും പാടി. പാലക്കാട് R സ്വാമിനാഥൻ വയലിനിലും തൃശൂർ B ജയറാം മൃദംഗത്തിലും മുഗൾ ശംഖിൽ ഇരിഞ്ഞാലക്കുട മുരളീധരനും പക്കമേളമൊരുക്കി. തുടർന്ന് അവനി അഭിലാഷ് അവതരിപ്പിച്ച ജ്ഞാനപ്പഴം കഥ പറയുന്ന ഭരതനാട്യവർണ്ണവും കൃഷ്ണ തേജസ്വിനിയുടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ബക്കയുടെ കഥ പറയുന്ന രൂപമുജൂജി എന്ന തോടിരാഗ ഭരതനാട്യവർണ്ണവും ശ്രിയ NKയുടെ ദക്ഷയാഗത്തിന് പുറപ്പെടുന്ന സതിയെ തടയുന്ന ശിവൻ സുഭിതാവിൽ നിന്നും അപമാനിതയായ സതി യാഗാഗ്നിയിൽ ചാടി ദേഹാഹൂതി ചെയ്യുന്ന ദക്ഷയാഗം കഥ വർണ്ണിക്കുന്ന ഭരതനാട്യവർണ്ണവും പ്രജിത ഗിരീഷ് അവതരിപ്പിച്ച തില്ലാനയും നയനാനന്ദകരമായി. പറമ്പിക്കുളങ്ങര NSS കരയോഗം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികളും ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും ഉപഹാരങ്ങളും മറ്റും നൽകി ആദരിച്ചു.
വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്ക് CPR പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ്സിൽ ക്ലബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് അധ്യക്ഷത വഹിച്ചു. CPR ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി ക്ലാസ്സിന് നേതൃത്വം നൽകി. സോൺ ചെയർപേഴ്സൺ MC മദനകുമാർ, ട്രഷറർ KS സിൻകുമാർ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ C നിഖിൽ, NSS വോളണ്ടിയർമാരായ ഹസീബ, തീർത്ത എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ കരുണാകരൻ, ലയൺ മെമ്പർമാരായ CS ദേവരാജ്, CB സുനിൽകുമാർ, MV ബിജിത്ത്, മോഹൻ റോയ്, KR മോഹനൻ, KS സുശീൽ കുമാർ എന്നിവരും പങ്കെടുത്തു. സോഷ്യൽ സർവീസ് ചെയ്യാനായിട്ട് NSSൽ ചേർന്നിട്ട് കുട്ടികളുടെ ഭാഗ്യമുള്ളവരാണോ തോന്നിയില്ല. NCC എന്ന ഇന്ത്യൻ മിലിറ്ററി, ഇന്ത്യൻ ആർമിയോട് അഭിനിവേശമുള്ള യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ അവരാണ് NCC. സോ താങ്ക് യു. ദെൻ എന്താണ് കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ, കാർഡിയോ ഹൃദയ സംബന്ധമായ അല്ലെ റിലേറ്റഡ് ഹാർട്ട്. ദെൻ പൾമണറി എന്താണ് ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ, ത്രിപുര. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും
ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം ക്ഷേത്രങ്ങളിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചൂലൂർ ശൂരനെല്ലൂർ കടലായി ശിവക്ഷേത്രത്തിൽ തിരുവാതിര പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമായി ആഘോഷിച്ചു. വർഷത്തിൽ ധനുമാസം തിരുവാതിര നാളിൽ മാത്രമാണ് ഇവിടെ ദേവീ ദർശനമുള്ളത്. പുലർച്ചെ 5 മണിക്ക് ഭക്തരുടെ അമ്മേ നാരായണ മന്ത്രധ്വനികൾ മുഴങ്ങവേ ദർശന പുണ്യം നൽകി തിരുനട തുറന്നു. തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, മഹാനിവേദ്യ സമർപ്പണം, അത്താഴപൂജ എന്നിവ കഴിഞ്ഞ് രാത്രി 9:30 നടയടച്ചു. കാരുമാത്ര ഗുരുപദം സതീശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം ശാന്തിമാരായ ജിനേഷ്, ഹരീഷ് എന്നിവർ ചേർന്ന് പൂജകൾ നടത്തി. പട്ടും താലിയും ചാർത്തൽ ആയിരുന്നു മുഖ്യ വഴിപാട്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ തിരുവാതിരക്കളി സംഘങ്ങളുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. 75-ാം വയസ്സിലും ചുവടുകൾ തെറ്റാതെ തിരുവാതിര കളിച്ച അന്തിക്കാട് ശിവദത്തിലെ രുക്മിണി അമ്മയെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. ഉച്ചയ്ക്കും വൈകിട്ടും ഭക്തർക്ക് അന്നദാനവും നടത്തി. എട്ടങ്ങാടിയും കൂവപ്പായസവും പ്രസാദമായി നൽകി. ക്ഷേത്രം ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അജയ് ഘോഷ് കാണാശ്ശേരി, ദിനേശ് അരയംപറമ്പിൽ, പ്രദീപ് അരയംപറമ്പിൽ, അനിൽ ചെമ്പാപ്പുള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ചതുർശുദ്ധി, ധാര, പഞ്ചഗവ്യം, കലശപൂജകൾ, അഭിഷേകം എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്ന് തിരുവാതിര ഉത്സവം, പട്ടും താലിയും ചാർത്തൽ, തൃശൂല സമർപ്പണം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. കുടിയേറ്റ ചടങ്ങുകൾക്ക് പഴങ്ങാമ്പറമ്പ് യദു നാരായണൻ, പ്രശോഭ്, ക്ഷേത്രം മേൽശാന്തി ശ്രീഹരി വാസുദേവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തൃപ്രയാർ ശിവപാദം ടീം, ശ്രീ മുരുക വാഴക്കുളം ഗ്രൂപ്പ് എന്നിവരുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. നാട്ടിക വലപ്പാട് ബീച്ച് കൊടിയാമ്പുഴ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര നാളിൽ ബ്രഹ്മതേജോമയം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറിയ മെഗാ തിരുവാതിരക്കളി കാണികൾക്ക് ആവേശമായി. ദേവസ്വം പ്രസിഡന്റ് ഹരിലാൽ ചേറ്റിയേക്കര, സെക്രട്ടറി രാജൻ കൊച്ചിക്കപ്പറമ്പിൽ, കെ പീതാംബരൻ, PR നാരായണൻ, സോമൻ വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഓങ്കാര, വിഘ്നേശ്വര, ശിവയോഗിനി ടീമുകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയിൽ നിരവധി പേർ അണിനിരന്നു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന മെഗാ തിരുവാതിരക്കളി ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകളാണ് ബ്രഹ്മതേജോമയം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്.
വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 10ാം ഉദയം ഉത്സവം ആഘോഷിച്ചു. പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയും ഉണ്ടായി. 5 ഗജവീരന്മാരുടെ അകമ്പടിയായി. ചിറക്കൽ കാളിദാസൻ ദേവിയുടെ തിടമ്പേറ്റി. വൈകിട്ട് നടന്ന വർണ്ണമഴയ്ക്ക് ശേഷം തൃശൂർ ധ്വനി ഓർക്കസ്ട്ര അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഗാനമേളയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ചെയർമാൻ മധുസൂദനൻ പള്ളിയാന, സെക്രട്ടറി മുരളി വടക്കേ വീട്ടിൽ ഭാരവാഹികളായ കൃഷ്ണകുമാർ, പ്രശാന്ത്, വിജയൻ, ഗോപകുമാർ എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃത്തല്ലൂർ കളപ്പുരയിൽ ശ്രീ ഇത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കളപ്പുരയിൽ മുകുന്ദൻ, മഹേഷ് കുമാർ, ഗോപകുമാർ, അജിത് പ്രസാദ്, ശശിധരൻ ചുങ്കത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. വിശേഷാൽ പൂജകൾക്ക് ശേഷം പറ നിറയ്ക്കൽ, ശിവേലി എഴുന്നള്ളിപ്പ്, ശേഷം പറയെടുപ്പും തുടർന്ന് അന്നദാനവും നടന്നു. വൈകിട്ട് മുല്ലത്തറയിൽ എഴുന്നള്ളിപ്പിന് ശേഷം 4 മണിക്ക് ക്ഷേത്രനടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. അടാട്ട് മുരളി നയിച്ച പഞ്ചവാദ്യവും മണി ചേറ്റുപുഴ നയിച്ച മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി. രജിത് തൃത്തല്ലൂർ നയിച്ച നാദസ്വരത്തിന്റെ അകമ്പടിയോടെ വേലവരവും താലം വരവും ഉണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം CNK തൃത്തല്ലൂരിന്റെ നേതൃത്വത്തിൽ തമ്പോലം അരങ്ങേറി. തുടർന്ന് രാത്രി ദേവാനന്ദ മേളവും തായമ്പകയും അരങ്ങേറി. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് എഴുന്നള്ളിപ്പ് നടന്നു. പുലർച്ചെ 4 മണിക്ക് വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 7 മണി മുതൽ പറ നിറയ്ക്കലിന് തുടക്കമായി. ഉച്ചയ്ക്ക് 1 മണിക്ക് വടക്കും വാതിൽക്കൽ കർമ്മമായ കരിങ്കാളി, മുക്കൻ, ചാത്തൻ വരവ്, വലിയ ഗുരുതി, നൃത്തം എന്നിവയോടെ തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറിയ 65 വയസ്സിന് മുകളിൽ പ്രായമായ അമ്മമാരുടെ തിരുവാതിരക്കളി ആകർഷണീയമായി. കഴിമ്പ്രം രാമചന്ദ്ര പകൽ വീട്ടിലെ അമ്മമാരാണ് തിരുവാതിരക്കളിയിൽ അണിനിരുന്നത്. ശ്രീ രാജരാജേശ്വരി തിരുവാതിരക്കളി സംഘം എടമുട്ടം, പ്രണതോസ്മി തിരുവാതിരക്കളി സംഘം എടമുട്ടം, ബാലമുരളിക തിരുവാതിരക്കളി സംഘം ചന്ദ്രാപിണി എന്നീ 4 സംഘങ്ങളും തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ശശിധരൻ, VB ബൈജു, VC ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാധാ എന്നൊരു നാരിയുമായി നീല കർമ്മോകിൽ വന്നനൊരു നാൾ രാധാ എന്നൊരു നാരിയുമായി നീളെ നീളെ വനത്തിൽ
കളിച്ചു രസിച്ചും നീളെ നീളെ വനത്തിൽ നടന്നും മേളാമോടെ കളിച്ചു രസിച്ചും ശിവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ശിവനം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുക, വില സ്ഥിരത ഫണ്ട് ഉറപ്പുവരുത്തുക, ആവർത്തന കൃഷിക്ക് കേന്ദ്ര ധനസഹായം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 30 കളമശ്ശേരി അപ്പോളോ ടയേഴ്സിന് മുന്നിൽ മാർച്ചും ധർണയും നടക്കും. ഇതിന്റെ മുന്നോടിയായി ജില്ലാ വിശദീകരണ വാഹന പ്രചരണ ജാഥയുടെ സമാപനം തൃപ്രയാറിൽ പി.കെ. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. എം.വി. സുരേഷ് അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ എ.എസ്. കുട്ടി, AIKS ജില്ലാ സെക്രട്ടറിയും വൈസ് ക്യാപ്റ്റനുമായ KV. വസന്തകുമാർ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR. വർഗീസ്, MA. ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് VK. ജ്യോതി പ്രകാശ്, മണി നാട്ടിക, ഗീത ഗോപി, സുജിത് പുല്ലാട്ട്, EPK. സുഭാഷിതൻ, പ്രകാശൻ കരാട്ടുപറമ്പിൽ, CR. വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെറുകഥ ക്യാമ്പ് വെള്ളി ശനി ദിവസങ്ങളിലായി കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ VN സുർജിത്ത്, ജോയിന്റ് സെക്രട്ടറി TB ബിനോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രചനകൾ പരിശോധിച്ച തിരഞ്ഞെടുക്കപ്പെട്ട 63 എഴുത്തുകാരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. കഥാരചനയുടെ വിവിധ ആവിഷ്കാര മാതൃകകൾ ചർച്ച ചെയ്ത് പുതിയ എഴുത്തുകാരുടെ രചനാശീലങ്ങളെ നവീകരിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ MP സുരേന്ദ്രൻ, അശോകൻ ചെരുവിൽ അഷ്ടമൂർത്തി, സത്യനന്ദിക്കാട് ജിജു അശോകൻ, മാധവ് രാംദാസ്, PS റഫീഖ്, E സന്തോഷ് കുമാർ, N രാജൻ, സന്തോഷ് എച്ചിക്കാനം, VG തമ്പി, K രേഖ, VK ദീപ, ഫ്രാൻസിസ് റെറോണ എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ എടുക്കും. വെള്ളിയാഴ്ച രാവിലെ 10-ന് NS മാധവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ ക്യാമ്പ് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, KK ഷൈൻ എന്നിവരും പങ്കെടുത്തു. വലപ്പാട് ബീച്ച് ശ്രീനാരായണ ലൈബ്രറിയിൽ ജയമോഹന്റെ പ്രശസ്ത നോവൽ 100 സിംഹാസനങ്ങൾ പുസ്തക അവലോകനം, പുസ്തക ചർച്ച, സംവാദം എന്നിവ നടന്നു. സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KR കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ AK മൊയ്തീൻ ചർച്ച നയിച്ചു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. PK ശ്യാം, ദേവൻ ഉള്ളാട്ടിൽ എന്നിവർ സംസാരിച്ചു. CK ബിജോയ്, ഷിജു, ചിദംബരൻ വേളേക്കാട്ട്, ഗോവിന്ദൻ മാസ്റ്റർ, PN പ്രവീൺ, RS സക്കറിയ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒരു ഇടപെടൽ ജാതി പേര് വെച്ച് വരില്ലല്ലോ. അപ്പോൾ സവർണത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ജാതി എന്ന് പറയുന്നത് അത് അവനൊരു മൂലധനമാണ്. ഞാൻ നായരാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നമ്പ്യാരാണെന്ന് പറഞ്ഞാൽ, നമ്പൂതിരിയാണെന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അത് സമൂഹത്തിൽ പല സ്ഥാനങ്ങളും അവന് ഉറപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ അത് മാത്രം മതി അവന് പല സ്ഥലങ്ങളിലേക്കും പ്രവേശനം ലഭിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. മറ്റൊരാളാവുമ്പോൾ അത് ചോദിക്കണം, നീ ആരാണ്, പേരിൽ ജാതി കണ്ടില്ലെങ്കിൽ, അച്ഛൻ്റെ പേരിലും ജാതി കണ്ടില്ലെങ്കിൽ പിന്നെ തുറന്ന് ചോദിക്കേണ്ടി വരും. മറ്റേത് പ്രശ്നമില്ല, വളരെ എളുപ്പമല്ലേ. അപ്പൊ അത് ആ മൂലധനം വെച്ചിട്ടാണ് ഇന്ന് സമൂഹം ജീവിക്കുന്നത്. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവം പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധികൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകുന്നേരം 6:30-ന് പച്ചാമ്പലി മേൽതൃക്കോവ് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു.
താലം, ശാസ്താംപാട്ട്, കാവടി, നാദസ്വരം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. വൈകുന്നേരം 7 മണി മുതൽ ശ്രീ ബ്രഹ്മ ഭജൻസിന്റെ നാമാർച്ചന, വൈകുന്നേരം 7:30 മുതൽ അന്നദാനം, രാത്രി 10:30 പന്തലിൽ ശാസ്താംപാട്ട്, തുടർന്ന് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് നേതൃത്വം നൽകി. സെക്രട്ടറി വേണു PB, ട്രഷറർ സൂര്യനാരായൺ K, കമ്മിറ്റി അംഗങ്ങളായ സുബ്രൻ കാര്യാട്ട്, പ്രമോദ് VV, ബാബു തുരുത്തിയിൽ, പ്രദീപ് MG, പ്രേമൻ തുളുവത്ത്, ചന്ദ്രൻ UK, മഹേഷ് മാധവൻ, സുഷമ സുനിൽ, ഇന്ദിര വിശ്വനാഥൻ, രഞ്ജിനി വേണു, അജിത ശ്രീനിവാസൻ, കാർത്തിയായിനി അപ്പുകുട്ടൻ, സുശീൽ പുളിപ്പറമ്പിൽ, ധർമ്മൻ പറത്താട്ടിൽ എന്നിവരും സംബന്ധിച്ചു. കിഴപ്പുള്ളിക്കര പണിക്കെട്ടി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വൃശ്ചിക മണ്ഡലകാല പൂജകളുടെ സമാപനത്തോടനുബന്ധിച്ച് താലമെഴുന്നള്ളിപ്പ്, ദേവീദേവന്മാർക്കും ഉപദേവതകൾക്കും പൂമൂടൽ എന്നീ ചടങ്ങുകൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വൃശ്ചികം 1 മുതൽ ധനു 10 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ മണ്ഡലപൂജ, ചുറ്റുവിളക്ക്, അയ്യപ്പസ്വാമിക്ക് വിശേഷ പൂജകൾ തുടങ്ങിയവയുടെ സമാപനമാണ് വിവിധ ചടങ്ങുകളോടെ നടത്തിയത്. അഴിമാവ് കടവ് SNTP മന്ദിരത്തിൽ നിന്നാരംഭിച്ച താലമെഴുന്നള്ളിപ്പിലും പൂമൂടൽ ചടങ്ങിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് PR പുഷ്കരൻ, സെക്രട്ടറി PI ഗോപിനാഥ്, ട്രഷറർ PL ലിജീഷ്, PS സുനിൽകുമാർ, PK അഭിലാഷ്, രക്ഷാധികാരി PR കൃഷ്ണരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക കലാപരിപാടികൾക്ക് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു. മണലൂർ നടരാജ നൃത്തസംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, ആദർശ്, വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജാ സൂര്യൻ, സുധീർ പൊറ്റേക്കാട്ട്, MT താജൻ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം തമ്പാൻ കടവിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് ഒടിഞ്ഞു വീണ 2 വയസ്സുകാരിയടക്കം 2 പേർക്ക് പരിക്ക്. പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം കേരളത്തിന്റെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും കുഴിച്ചു മൂടുന്നതാണെന്ന് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്. ഭക്തിയുടെ നിറവിൽ ക്ഷേത്രങ്ങളിൽ തിരുവാതിര ആഘോഷം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.